നമസ്കാരം. കേരളം സാക്ഷരതയിലും പുരോഗമന ചിന്തയിലും മുൻപന്തിയിലാണെന്ന് നമ്മൾ അഭിമാനിക്കുമ്പോഴും ആധുനിക സമൂഹത്തെ ഒന്നടങ്കം തലകുനിപ്പിച്ച ചില സംഭവങ്ങൾ ഇവിടെ നടന്നിട്ടുണ്ട്. അതിലൊന്നാണ് ഇലന്തൂർ നരബലി കേസ്. പത്തനംതിട്ട ജില്ലയിലെ ഇലന്തൂരിൽ സാമ്പത്തിക അഭിവൃദ്ധിക്കായി 2 സ്ത്രീകളെ ക്രൂരമായി കൊലപ്പെടുത്തി ബലി നൽകിയ സംഭവം. ആ ഞെട്ടിക്കുന്ന കേസിന്റെ വിശദാംശങ്ങളിലേക്ക് നമുക്കൊന്നു പോകാം. കഥയുടെ തുടക്കം 2022 സെപ്റ്റംബർ 27-ന് കൊച്ചിയിൽ നിന്നാണ്. തന്റെ സഹോദരിയായ പത്മയെ കാണാനില്ലെന്ന് പറഞ്ഞ് ഒരു സ്ത്രീ കടവന്ത്ര പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകുന്നു. 52 വയസ്സുള്ള പത്മ ഒരു സാധാരണക്കാരിയായ ലോട്ടറി വിൽപ്പനക്കാരിയായിരുന്നു. പോലീസ് ഇതൊരു സാധാരണ മിസ്സിംഗ് കേസായാണ് ആദ്യം പരിഗണിച്ചത്. അന്വേഷണത്തിന്റെ ഭാഗമായി പോലീസ് പത്മയുടെ മൊബൈൽ ഫോൺ ട്രാക്ക് ചെയ്തു. അപ്പോഴാണ് ആദ്യത്തെ അസ്വാഭാവികത ശ്രദ്ധയിൽപ്പെട്ടത്. ഫോണിന്റെ അവസാന ലൊക്കേഷൻ കാണിക്കുന്നത് കൊച്ചിയിൽ നിന്ന് 100 കിലോമീറ്ററിലധികം ദൂരെയുള്ള പത്തനംതിട്ടയിലെ ഇലന്തൂർ എന്ന സ്ഥലത്താണ്. പത്മയുടെ സഹോദരിക്ക് ഉറപ്പായിരുന്നു അവർക്ക് പത്തനംതിട്ടയിൽ ആരും ബന്ധുക്കളോ സുഹൃത്തുക്കളോ ഇല്ല. അവരങ്ങോട്ട് പോകാൻ ഒരു സാധ്യതയുമില്ല. അതോടെ പോലീസിന് സംശയമായി. പത്മയുടെ മുറിയിൽ നടത്തിയ പരിശോധനയിൽ കട്ടിലിനടിയിൽ ഒളിപ്പിച്ചു വെച്ച നിലയിൽ ഏകദേശം 87,000 രൂപയും കണ്ടെത്തി. ഇതുകൂടിയായപ്പോൾ കേസിന് കൂടുതൽ ഗൗരവമായി. പോലീസ് പത്മയുടെ കോൾ ലിസ്റ്റ് വിശദമായി പരിശോധിച്ചു. അതിൽ നിന്നാണ് മുഹമ്മദ് ഷാഫി എന്നൊരാളുമായി പത്മ നിരന്തരം സംസാരിച്ചിരുന്നതായി കണ്ടെത്തിയത്. പത്മയുടെ ഫോൺ സ്വിച്ച് ഓഫ് ആകുമ്പോൾ ഷാഫിയുടെ ഫോണും അതേ ടവർ ലൊക്കേഷനിൽ ഉണ്ടായിരുന്നെന്ന് പോലീസ് തിരിച്ചറിഞ്ഞു. ഇതോടെ സംശയത്തിന്റെ മുന ഷാഫിയിലേക്ക് നീണ്ടു. പോലീസ് ഷാഫിയെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു. അയാൾ പല കള്ളക്കഥകളും പറഞ്ഞു നോക്കി. എന്നാൽ പോലീസിന്റെ ശാസ്ത്രീയമായ ചോദ്യം ചെയ്യലിന് മുന്നിൽ അയാൾക്ക് പിടിച്ചു നിൽക്കാനായില്ല. ഷാഫിയുടെ ക്രിമിനൽ പശ്ചാത്തലവും പോലീസ് കണ്ടെത്തി. 75 വയസ്സുള്ള ഒരു സ്ത്രീയെ പീഡിപ്പിച്ച കേസിൽ അയാൾ മുൻപ് ജയിലിൽ കിടന്നിട്ടുണ്ടായിരുന്നു. അന്വേഷണം ഷാഫിയെ കേന്ദ്രീകരിച്ച് മുന്നോട്ടു പോകുമ്പോഴാണ് കൊച്ചിയിൽ നിന്ന് തന്നെയുള്ള റോസിലി എന്ന മറ്റൊരു സ്ത്രീയെ കാണാതായ കേസും പോലീസിന്റെ ശ്രദ്ധയിൽ വരുന്നത്. ജൂൺ മാസത്തിലാണ് റോസിലിയെ കാണാതായത്. അവരും ലോട്ടറി കച്ചവടക്കാരിയായിരുന്നു. 2 കേസുകളിലും പൊതുവായ ഒരു പേരുണ്ടായിരുന്നു, മുഹമ്മദ് ഷാഫി. പിന്നീട് പുറത്തുവന്നത് കേരളത്തെ നടുക്കിയ വിവരങ്ങളായിരുന്നു. ഇതൊരു സാധാരണ കൊലപാതകമല്ല, നരബലിയാണ്. ഷാഫിക്കു പുറമെ ഭഗവൽ സിംഗ് എന്ന തിരുമു ചികിത്സകനും അയാളുടെ ഭാര്യ ലൈലയും ഈ ക്രൂരകൃത്യത്തിൽ പങ്കാളികളാണ്. ഇനി എങ്ങനെയാണ് ഇവർ ഈ കൊടും ക്രൂരത ആസൂത്രണം ചെയ്തതെന്ന് നോക്കാം. ശ്രീദേവി എന്ന പേരിൽ ഒരു വ്യാജ ഫേസ്ബുക്ക് ഐഡി ഉണ്ടാക്കി അതിലൂടെയാണ് ഷാഫി ഭഗവൽ സിംഗിനെ പരിചയപ്പെടുന്നത്. തന്റെ സാമ്പത്തിക പ്രശ്നങ്ങളെക്കുറിച്ച് ഭഗവൽ സിംഗ് ഈ വ്യാജ പ്രൊഫൈലുമായി സംസാരിച്ചു. അപ്പോൾ ഐശ്വര്യവും സമ്പത്തും കൊണ്ടുവരാൻ കഴിവുള്ള ഒരു വലിയ സിദ്ധൻ തനിക്ക് പരിചയമുണ്ടെന്നും അദ്ദേഹത്തിന്റെ പേര് റഷീദാണെന്നും ശ്രീദേവി ഭഗവൽ സിംഗിനെ വിശ്വസിപ്പിച്ചു. ഈ റഷീദ് ചമഞ്ഞതും ഷാഫി തന്നെയായിരുന്നു. സാമ്പത്തിക അഭിവൃദ്ധിക്കായി നരബലി നടത്തണമെന്ന് ഷാഫി ഭഗവൽ സിംഗിനെയും ലൈലയെയും പറഞ്ഞു വിശ്വസിപ്പിച്ചു. ബലി നൽകാനായി സ്ത്രീകളെ താൻ തന്നെ കണ്ടെത്തിത്തരാമെന്ന് പറഞ്ഞ് ഇവരിൽ നിന്ന് ലക്ഷങ്ങളക്കിന് രൂപ വാങ്ങി. അങ്ങനെയാണ് ആദ്യം റോസിലിയെ ഇവർ ഇലന്തൂരിലെ വീട്ടിലെത്തിക്കുന്നത്. ഒരു സിനിമയിൽ അഭിനയിക്കാൻ അവസരം തരാമെന്നും 10 ലക്ഷം രൂപ പ്രതിഫലം കിട്ടുമെന്നും പറഞ്ഞാണ് റോസിലിയെ വശീകരിച്ചത്. വീട്ടിലെത്തിച്ച ശേഷം അവരെ ക്രൂരമായി കൊലപ്പെടുത്തി മൃതദേഹം കഷ്ണങ്ങളാക്കി മുറിച്ച് വീട്ടുപറമ്പിൽ കുഴിച്ചിട്ടു. എന്നാൽ ആദ്യത്തെ ബലി കഴിഞ്ഞിട്ടും സാമ്പത്തികമായി ഒരു ഉയർച്ചയും ഉണ്ടായില്ലെന്ന് ഭഗവൽ സിംഗ് പരാതിപ്പെട്ടപ്പോൾ ഒരു ബലി കൂടി വേണമെന്ന് ഷാഫി നിർദ്ദേശിച്ചു. അങ്ങനെയാണ് അവർ 2ാമത്തെ ഇരയായ പത്മയെ കണ്ടെത്തുന്നത്. പണം നൽകാമെന്ന് പ്രലോഭിപ്പിച്ച് പത്മയെയും ഇലന്തൂരിലെ വീട്ടിലെത്തിച്ച് റോസിലെ കൊലപ്പെടുത്തിയ അതേ രീതിയിൽ കൊന്നു കുഴിച്ചിട്ടു. ഷാഫിയുടെ അറസ്റ്റിന് പിന്നാലെ ഭഗവൽ സിംഗിനെയും ലൈലയെയും പോലീസ് അറസ്റ്റ് ചെയ്തു. ഇവരുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ വീട്ടുപറമ്പിൽ നടത്തിയ പരിശോധനയിൽ 2 സ്ത്രീകളുടെ മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെടുത്തു. ഈ സംഭവം പുറത്തുവന്നപ്പോൾ കേരള ഹൈക്കോർട്ട് പോലും ഞെട്ടൽ രേഖപ്പെടുത്തി. പണത്തിനും അന്ധവിശ്വാസത്തിനും വേണ്ടി മനുഷ്യർ എത്ര ക്രൂരരാകാമെന്നതിന്റെ ഭയാനകമായ ഓർമ്മപ്പെടുത്തലായി ഇലന്തൂർ നരബലി കേസ് മാറി.